ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കറിച്ചട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തട്ടുകടകളിൽ മാത്രം കണ്ടുവരുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അതായത് എഗ് പീസ് ഫ്രൈ, മുട്ടപ്പട്ടാണി വഴറ്റിയെടുത്തത്. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നിങ്ങളുടെ വിലയേറിയ കമന്റ്സ് എപ്പോഴും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പം ഇന്നത്തെ എഗ് പീസ് ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് 3 മുട്ട, പിന്നെ നല്ല ആവി പറക്കുന്ന ഗ്രീൻ പീസ്. ഇപ്പം കുക്കറിൽ നിന്ന് അടിച്ചിറക്കിയതേ ഉള്ളൂ. നമ്മളൊരു 4-5 വിസിൽ, കാരണം നമ്മുടെ ഗ്രീൻ പീസ് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം പിടിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പറ്റുമെങ്കിൽ പെട്ടെന്നാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ കൂടി കുറച്ച് നേരം മുന്നെങ്കിലും ഗ്രീൻ പീസ് വെള്ളത്തിൽ കുതിർത്തിയിടണം. ഞങ്ങളിവിടെ ഒരു 1/4 കപ്പ് ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഗ്രീൻ പീസ് വെള്ളത്തിൽ കുതിർത്തിയിട്ട് ഒരു 4-5 വിസിൽ അടുപ്പിച്ചിട്ടുണ്ട്. ഒരു നെകക്കന വെള്ളം വെച്ചിട്ടാണ് അടിച്ചിട്ടുള്ളത്. പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 2 മീഡിയം സൈസ് സവോള കുനുകുനാന്നരിഞ്ഞത്, പിന്നെ ഒരു കറിവേപ്പില, പിന്നെ അത്യാവശ്യം വലിപ്പമുള്ളൊരു തക്കാളി ചെറുതായി അരിഞ്ഞത്, 2 ഗ്രീൻ ചില്ലി പച്ചമുളക്. അപ്പം ഇത്രയാണ് നമുക്ക് വേണ്ട ചേരുവകൾ. ചീനച്ചട്ടി ഇപ്പോൾ ചൂടായി വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ നമ്മൾ ഇവിടെ എടുത്തിരിക്കുകയാണ്. ഇനി എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് നേരെ സവോള വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടാണ് നമ്മളിപ്പം ചെയ്യുന്നത്. നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കുക. സവോള നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. സവോള നല്ലോണം വഴന്നു വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കളറൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ഐറ്റം നമ്മുടെ തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്യാം. അത് നല്ലോണം അങ്ങ് ഇളക്കി കൊടുക്കുക. വളരെ സിമ്പിളാണ്. ഇപ്പം പാചകത്തിനോടധികം പ്രാഗൽഭ്യമൊന്നും ഇല്ലാത്ത ആളാണെങ്കിൽ വരെ ഇത് എത്ര എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഒരു ഐറ്റാണിത്. വീട്ടിലെല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. ഇത് വേണമെങ്കിൽ നമുക്ക് ബ്രെഡിന്റെ കൂടെയോ അല്ലെങ്കിൽ വേറെ എന്തിൻ്റെയും കൂടെ വേണമെങ്കിൽ കഴിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു തട്ടുകടകളിലൊക്കെ നമുക്ക് കിട്ടുന്നത് എപ്പോഴും ഇതന്നെ ഒരു പ്ലേറ്റിലായിട്ട് കിട്ടും. എഗ് പീസ് ഫ്രൈ എന്ന് പറഞ്ഞിട്ട് നല്ല ടേസ്റ്റാണ്. ഈ തട്ടുകട കിട്ടുന്ന അതേ ടേസ്റ്റ് നമുക്ക് വീട്ടിലും ഉണ്ടാക്കിയെടുക്കാം. നമ്മളിവിടെ ചെറിയ ചില പൊടിക്കൈകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, ആരും ഉപയോഗിക്കാത്തത്. അപ്പം വീഡിയോ മൊത്തമായിട്ട് കാണുക. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ഒരു നേരം സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണൊക്കെ അമർത്തി വെക്കാം. അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളി റെസിപ്പികളായിട്ട് ഇനി ഈ ചാനലിൽ വരുന്നതായിരിക്കും. അടുത്തായി പച്ചമുളക് ആഡ് ചെയ്യാം. അത് നല്ലോണം വഴറ്റി കൊടുക്കുക. ഇനി ഒരല്ലി കറിവേപ്പില നമ്മൾ നേരത്തെ എടുത്തിരിക്കുന്നത് ആഡ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയുള്ള പീസ് ആഡ് ചെയ്യാണ്, നമ്മുടെ പട്ടാണി. അത് ഈ മസാലയൊക്കെ ആയിട്ട് നന്നായി അങ്ങ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ നോർമലി നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പട്ടാണി ഫ്രൈ ഒക്കെ ഇല്ലേ, അതേ കോമ്പിനേഷനാണ്. പക്ഷെ നമ്മളിവിടെ മുട്ട കൂടി പൊട്ടിച്ചൊഴിക്കും. അപ്പം അത് എഗ് പീസ് ഫ്രൈ ആയി. അപ്പം ഇനി നമ്മൾ ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ആഡ് ചെയ്യാണ്. നമ്മൾ ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങ് ചേർത്തിളക്കുക. അപ്പം നല്ലൊരു മണം വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ മസാലപ്പൊടി ഒന്നും പെട്ടെന്ന് അങ്ങനെ ആരും ഇടുന്നതല്ല. അപ്പോൾ അതൊക്കെ കൂടി ഇട്ടപ്പോഴത്തേക്കുണ്ടല്ലോ നല്ലൊരു ഇറച്ചിക്കറിയുടെ വാസനയും വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുട്ടയും കൂടി അങ്ങ് പൊട്ടിച്ചൊഴിച്ചാണ്ടല്ലേ. ഇനി നമുക്ക് ഇതേ മിശ്രിതത്തിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം.
ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ ഏകദേശം ഒരു 1/4 ടീസ്പൂണിന്റെ അടുത്ത് ഉപ്പാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പം പട്ടാണിയിലേക്കൊക്കെ ഉപ്പ് കുറച്ചും കൂടി അങ്ങ് പിടിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കുറച്ച് ഉപ്പിട്ടിട്ട്, അതായത് പട്ടാണി വേവിക്കുന്ന ടൈമിൽ കുക്കറിലേക്ക് പൊടിക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് വേവിച്ചാൽ പട്ടാണിയിലും കുറച്ച് ഉപ്പ് പെട്ടെന്ന് പിടിച്ചു കിട്ടും. ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. 2 ടൈപ്പിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ മുട്ട പൊട്ടിച്ചൊഴിക്കാവുന്നതാണ്. ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത് ഒരു 3 മുട്ടയാണ്. ഞങ്ങൾ 2 ആൾക്കാരുള്ളത് കൊണ്ട് ഇനി കുറെ കൂടി മുട്ട ആവശ്യമുള്ളവർക്ക് 2-3 മുട്ടയും കൂടി വേണമെങ്കിൽ എടുക്കാം. നന്നായിട്ട് അങ്ങ് മുട്ടയൊക്കെ ഇളക്കി കൊടുക്കുക. വളരെ ഈസിയും ഹെൽത്തിയുമായിട്ടുള്ള റെസിപ്പിയാണ്. പട്ടാണി മുട്ടയെല്ലാം കൂടി ചേരുമ്പോൾ അത്യാവശ്യം ഹെവിയാണ്. രാത്രിക്കൊക്കെ ഒരു ചെറിയ പ്ലേറ്റ് ഇത് കഴിച്ചാൽ തന്നെ നമുക്ക് വയറ് നിറഞ്ഞു പോകും. നമ്മുടെ അടിപൊളി എഗ് പീസ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ആഹ്, എന്താ ആവി പറക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതിന്റെ എവിടുന്ന് തുടങ്ങണം എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ആഹാ, തട്ടുകടയിൽ പോയി കഴിച്ച് ശീലമുള്ളവർക്ക് ഈ ഒരു ടേസ്റ്റ് പെട്ടെന്ന് മനസ്സിലാവും. കാരണം ഇത് തട്ടുകടയിൽ മാത്രം കിട്ടുന്നൊരു ടേസ്റ്റാണ് എഗ് പീസ് ഫ്രൈ. അപ്പൊ നിങ്ങള് വീട്ടിലെല്ലാവരും ചെയ്ത് നോക്കുക. ഇറച്ചി മസാലപ്പൊടി ചേർക്കുന്നത് കാരണം നല്ലൊരു ഫ്ലേവറാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. അപ്പൊ ഈ പറഞ്ഞ പോലെ കണ്ടാൽ തന്നെ അറിയാലോ, നല്ലൊരു ഡിഷാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക. കമന്റ് ബോക്സിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് അറിയിക്കണം. അപ്പം പുതിയ പുതിയ റെസിപ്പി ആയിട്ട് കറിച്ചട്ടിയിലൂടെ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. സോ ടിൽ ദെൻ ബൈ.